എല്ലാവർക്കും നിയാഹൻ അഡ്വഞ്ചേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്തിനുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വിസനെ കുറിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. അതായത് സൗദി അറേബ്യയിൽ, അതായത് KSAയിൽ, നമ്മുടെ സ്വന്തം KSAയിൽ നേഴ്സുമാർക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് പകരം ഫാമിലി വിസയിൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. എന്നിരുന്നാൽ പോലും എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ ഇത് കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാനും എൻ്റെ ഫാമിലിനെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എനിക്കും ഫാമിലി വിസയെ കുറിച്ചിട്ട് അറിവുണ്ടായിട്ടില്ല. ഞാനും വിസിറ്റിംഗ് വിസയിലാണ് ഫസ്റ്റ് ടൈം ഫാമിലിനെ കൊണ്ടുവന്നത്. സോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഈജിപ്ഷ്യനാട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരി ത്രൂ ആണ് ഫാമിലി വിസ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം അവരുടെ വേറൊരു ഫ്രണ്ടിനെ വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച്, കാരണം ചില നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഓക്കെ, കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ജിദ്ദയിൽ നിന്ന് 2.5 hour ഡിസ്റ്റൻസ് ഉണ്ട്. അല്ലീത്ത് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്നത്. സോ ഞങ്ങളും ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു വരുമ്പോൾ ഉള്ള ടൈമിംഗ് എല്ലാം അനുസരിച്ച് വെച്ചിട്ട് അറിയാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. സോ ഈ പുള്ളിക്കാരി, അതായത് ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു HR കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അഡ്മിനിസ്ട്രേഷനിലെ ആളായതുകൊണ്ട് ആ പുള്ളിക്കാരുടെ പേപ്പർ വർക്കെല്ലാം കൈകാര്യം ചെയ്തതെല്ലാം ഞാനായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതെല്ലാം ഞാനായിരുന്നു. അതിന് ഉള്ള സൈനും കാര്യങ്ങളും റെഡിയാക്കി എല്ലാം കൊടുത്തതായതുകൊണ്ട് ഫസ്റ്റ് ടൈം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ഫാമിലി വിസയിൽ ഫാമിലിനെ കൊണ്ടുവന്നത് പുള്ളിക്കാരി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ എല്ലാം ക്ലിയർ ചെയ്തു, ബാക്കി ഞാൻ അവരുടെ ത്രൂ അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. എൻ്റെ കൂടെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടും, പുള്ളിക്കാരിയും ഫാമിലി വിസയിലാണ് പിന്നീട് ഫാമിലിനെ വിസിറ്റിംഗ് വിസയിൽ നിന്ന് മാറ്റിയിട്ട് ഫാമിലി വിസയിലേക്ക് മാറ്റിയത്. സോ നമുക്ക് ഫാമിലി വിസ എങ്ങനെ നേഴ്സുമാർക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ മാറ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഫാമിലി വിസ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഫാമിലി വിസ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ബാക്കിയുള്ള ഫീൽഡിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സെയിം രീതിയാണോ എന്ന് എനിക്കറിയില്ല. ഇത് അണ്ടർ MOH വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ള കേട്ടോ ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു അറബിക് പേപ്പർ ഉണ്ട്. ഞാനത് പറ്റുമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്ത് കാണിക്കാം. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്. സോ എനിക്കതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചെയ്യേണ്ട രീതികളൊന്നും അറിയത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, ഈ അറബിക് പേപ്പർ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ പേപ്പർ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ആപ്പ് വഴിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ പേപ്പർ. ഓക്കെ, അപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ പൂരിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഫുൾ അറബിക്കിലാട്ടോ ഈ പേപ്പർ വരുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റിലത്തെ ഈ ഒരു പാരഗ്രാഫിൽ ഫുൾ പൂരിപ്പിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ്, അത് അറബിക്കിലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പിന്നെ ഇംഗ്ലീഷിലേക്ക്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, HR എൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ആൾക്കാർ വരുന്നത് കൊണ്ട് സ്റ്റാഫ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ കുറച്ച് അറിഞ്ഞിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം നെയിം ഓഫ് ആപ്ലിക്കേഷൻ്റെ പേര്, ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റാഫിൻ്റെ പേര്, സ്റ്റാഫ് ഏത് നാഷണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാഷണാലിറ്റി, പിന്നെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതായത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി അറിഞ്ഞിരിക്കണം. പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി 6 മന്തിനെക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫാമിലി വിസയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ അബൌട്ട് ദാറ്റ് നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി ഉള്ളതാണെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അത് കഴിയുമ്പോൾ പാസ്പോർട്ടിനെ കുറിച്ചുള്ളതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസും ഈ സെക്കൻഡ് ലൈനിൽ വരുന്നത്. അതായത് പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ പ്ലേസ്, അതിൻ്റെ ഡേറ്റ് എല്ലാം എഴുതണം. പിന്നെ നമ്മുടെ വിസ നമ്പർ നമ്മുടെ വിസ നമ്പർ ആട്ടോ. ആ വിസ നമ്പർ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മലൂമത്ത് ചെയ്യുക എന്ന് പറയും. അതായത് ഫസ്റ്റ് ടൈം ഒരു സ്റ്റാഫ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് വരുന്ന സമയത്ത് നമുക്ക്
എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു അറബിക്കിൽ ഒരു നമ്പർ എഴുതരും ഒരു പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ. അതാണ് മലൂമത്ത് നമ്പർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിസ നമ്പർ. ആ വിസ നമ്പർ നമ്മൾ ഇവിടെ എഴുതുക, അതിൻ്റെ ഡേറ്റ്, ആ ഡേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാമ്പ് ചെയ്തില്ലേ, ആ ഇതിൻ്റെ ഇതിൽ കാണും, അതിൻ്റെ ഡേറ്റ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും. പിന്നെ ഇക്കാമ നമ്പർ, നമ്മുടെ ഇക്കാമ നമ്പർ, അതിൻ്റെ ഡേറ്റ്, പിന്നെ ജിദ്ദ, അത് ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഏത് ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൻ്റെ പ്ലേസ് ഏതാണ്, അത് നമ്മൾ ലാസ്റ്റിലത്തെ മുന്നത്തെ ലൈനിൽ അതാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ അല്ലീത്തെന്നും പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിൻ്റെ അണ്ടറിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ വരുന്നത് ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. അപ്പം മിനിസ്ട്രിയുടെ MOH ആണെന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പാരഗ്രാഫ് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു പാരഗ്രാഫ് കാണുന്നുണ്ട്. ഈ പാരഗ്രാഫിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്. ഇതിൽ ബാച്ചിലർ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ പാസ് ഔട്ട് കഴിഞ്ഞത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഇതെല്ലാം നമ്മൾ ഇവിടുത്തെ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് വെച്ചിട്ടുള്ള ഈ പാരഗ്രാഫ് ഈ ബോക്സിൽ നമ്മൾ ആരെയൊക്കെയാണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് കോളം വരുന്നതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ പേര്, നാഷണാലിറ്റി, ഏജ്, റിലീജിയൻ, പിന്നെ നമ്മുടെ എന്താ പറയുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുക. പാസ്പോർട്ട് നമ്പർ എല്ലാം വേണം കേട്ടോ. ഈ കോളത്തിൽ അതെല്ലാം ഫില്ല് ചെയ്യണം. ഈ കോളത്തിൽ നമ്മുടെ ഡിഗ്രിയുടെ കാര്യമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഈ കോളത്തിൽ നമ്മൾ ആരെയൊക്കെയാണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് പിന്നെ നമ്മുടെ സൈന്, നമ്മൾ ഡേറ്റ് എല്ലാം മെൻഷൻ ചെയ്യുക. അത് കഴിയുമ്പോഴും ഇവിടെ ഞാൻ എൻ്റെ സൈനിട്ട് എഴുതാം കേട്ടോ. നമ്മുടെ പേര്, സൈന്, ഫാമിലിനാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഡേറ്റ്, പിന്നെ ഏതാണ് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇക്കാമ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടെ ഒരു ചെറിയ കോളം ഉണ്ട്, അവിടെ നമ്മൾ ഇക്കാമ നമ്പർ മെൻഷൻ ചെയ്യണം. ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ നിങ്ങളുടെ HR കൊണ്ടുപോവുക. HR നിന്ന് അവരുടെ സൈനും സ്റ്റാമ്പും മേടിക്കുക. ഇപ്പോൾ HR ആൾക്കാർ ഇപ്പോൾ ഇൻ കേസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ ആരെങ്കിലും, അതായത് ഹോസ്പിറ്റൽ ഡയറക്ടർ ഒഴിച്ച് വെച്ചിട്ട് ഹോസ്പിറ്റൽ ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അവരുടെ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്റ്റാമ്പ് മെയിൻ ആട്ടോ, MOHന്റെ സ്റ്റാമ്പ് മെയിൻ ആണ്. അത് നിങ്ങളുടെ ഹോസ്പിറ്റൽ അതോറിറ്റിയിൽ നിന്ന് മേടിക്കുക. HR നിന്ന് മേടിക്കുന്നതായിരിക്കും മെയിനായിട്ടും നല്ലത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യാൻ വേണ്ടി സമയത്ത് ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് HR സ്റ്റാമ്പും സീലും ആയിരുന്നു മേടിച്ചത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് വരുന്നവർക്ക് ചിലപ്പം HR മടിക്കും തരാൻ വേണ്ടി വെച്ചിട്ട്. ആ ടൈമിൽ ഞങ്ങൾ അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ ഡയറക്ടറിൻ്റെയൊക്കെ സ്റ്റാമ്പും സൈനും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരും ഫാമിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു പ്രോബ്ലം അല്ല. നമ്മൾ മെയിൻ സ്റ്റാമ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ രീതിയിൽ ഒരു പേപ്പർ റെഡിയാക്കണം. ഓക്കെ, അതായത് സാധാ പ്ലെയിൻ പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ പേപ്പറിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡയറക്ടറോ അസിസ്റ്റന്റ് ഡയറക്ടറോ, അതായത് നമ്മുടെ നേഴ്സിംഗ് ഡയറക്ടറോ അസിസ്റ്റന്റ് നേഴ്സിംഗ് ഡയറക്ടർ ആർക്ക് വേണമെങ്കിലും ആ പേപ്പർ ഉണ്ടാക്കി വെക്കുക. ഇൻ കേസ് അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിലേ ആണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അറബി അറിയുന്ന ആരെങ്കിലും ആയിട്ട്, അതായത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടായിരിക്കില്ല, അവരെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഒരു പേപ്പർ, നിങ്ങൾ ആ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്ന ഒരു പേപ്പർ, ഒഫീഷ്യൽ പേപ്പർ ഉണ്ടാക്കുക. എന്നിട്ട് അവരുടെ സൈനും സ്റ്റാമ്പും മേടിക്കുക. ഈ 2 പേപ്പറും കൂടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, അത് കഴിയുമ്പം അപ്പോൾ ആ 2 പേപ്പേഴ്സും നിങ്ങൾ റെഡിയാക്കി വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നില്ല, ആ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേഷൻ ചെയ്ത് വെച്ചിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആരെയൊക്കെയാണോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ഹസ്ബൻഡ് ഉണ്ട്, മക്കൾസ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ, അതായത് മക്കളിപ്പോൾ 12 ഇയേഴ്സിന് താഴെയാണെങ്കിൽ അവർക്ക് പോളിയോ
ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതും നമ്മൾ നാട്ടിൽ നിന്ന് നല്ലൊരു ഏജൻസിനെ കണ്ടുവച്ചിട്ട് അവരുടെ നിന്ന് നമ്മൾ പോളിയോയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ പോളിയോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾസിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേഷൻ ചെയ്തത് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അതും അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുക എന്നതാണ്. അപ്പോയിൻമെന്റ് എടുക്കുന്നത് നമ്മുടെ അക്ഷർ ത്രൂ തന്നെ, നമ്മുടെ ഓൺ അക്ഷർ ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏജൻസിക്കാരെയൊന്നും കണ്ട് അപ്പോയിൻമെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ വേറെ എനിക്കത് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. നിങ്ങളെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മുടെ അക്ഷർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലൊരു അപ്പോയിൻമെൻറ്റ്, നമ്മളവിടെ സെർച്ച് ബാർ കാണത്തില്ലേ, ആ സെർച്ച് ബാറിൽ അപ്പോയിൻമെൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻസ് വരും. അത് കഴിയുമ്പോഴത്തേക്കും അതിൽ അതായത് ഇലക്ട്രോണിക് സർവീസിൽ കയറുക, അതിൽ അപ്പോയിൻമെൻ്റ് എന്ന് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ ആ ഒരു ബാറിൻ്റെ അകത്ത് വരും. ഓക്കെ, അതിലാണെങ്കിൽ എക്സ്പാട്രിയേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിലാണ് ബുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അതിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ് ചൂസ് ചെയ്യുക. പിന്നെ ബുക്ക് ന്യൂ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതിലെ സർവീസസിൽ കയറി വെച്ചിട്ട് നമ്മുടെ റീജിയനും അതെല്ലാം കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ സർവീസസ് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫുള്ള് വരുന്ന അറബിക്കാട്ടോ. അപ്പോൾ അത് ആരെങ്കിലും കൊണ്ടുവച്ചിട്ട് വായിച്ച് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അത് തേർഡ് ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആക്ച്വലി. പിന്നെ നിങ്ങളുടെ റീജിയൻ എവിടെയാണെന്ന് വെച്ചാൽ മക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റീജിയൻ ചൂസ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പേജിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അവർ നമുക്ക് നമ്മുടെ റീജിയൻ അനുസരിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ജിദ്ദയാണ് കിട്ടിയത്. അപ്പോൾ ജിദ്ദയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏതൊക്കെ ടൈമിലാണോ, ഏതൊക്കെ ദിവസം ഏതൊക്കെ ടൈമിലാണോ അപ്പോയിൻമെൻ്റ് ഉള്ളത് ആ ടൈമുകളെല്ലാം അത് കാണിക്കും. നമുക്ക് ഓക്കെ ആയിട്ടുള്ള ടൈം നമ്മൾ ചൂസ് ചെയ്യുക. ആ ടൈമിലേക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാം. ഇൻ കേസ് മേ ബി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തേച്ചിട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും വറീഡ് ആവണ്ട. നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വീണ്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഒരു ബിഫോർ 12 ആ ടൈമിലൊക്കെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ ഒരു തിരക്ക് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇരിക്കുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ആ ഓഫീസിലേക്ക് നമ്മൾ വിസ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് ആ ഒരു അറബിക് പേപ്പറില്ലേ, ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു തന്ന ഈ അറബിക് പേപ്പറും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കുന്ന ആ ഒഫീഷ്യൽ പേപ്പറിൽ മേടിക്കുന്ന ആ ലെറ്ററും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കൂടെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേറ്റ് ചെയ്തതും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേറ്റ് അറ്റസ്റ്റ് ചെയ്തതും പിന്നെ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കോപ്പി വേണം. ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, മക്കൾസിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇക്കാമയുടെ കോപ്പി, ഇതെല്ലാം ഉണ്ടായിരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒറിജിനൽ നമ്മൾ കരുതണം. ഓക്കെ, അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇത്രയും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഡേറ്റ ഫ്ലോ മസ്റ്റാട്ടോ. ഡേറ്റ ഫ്ലോ ചിലയിടത്ത് മസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ ഡേറ്റ ഫ്ലോ നമ്മൾ കോപ്പി എടുത്ത് വെക്കേണ്ടതാണ്. പിന്നെ എല്ലാത്തിൻ്റെ കോപ്പി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് ഇടയ്ക്ക് അവർ കോപ്പി വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. സോ അപ്പോൾ എല്ലാം എടുത്തിട്ട് റെഡിയാക്കി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കും നല്ലതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഓഫീസിലേക്ക് ചെല്ലുന്നു. നമ്മുടെ കറക്റ്റ് ടൈമിൽ തന്നെ അവർ നമ്മളെ വിളിക്കും. ആ വിളിക്കലെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് ചില സമയത്ത് ചില സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സർട്ടിഫിക്കറ്റ് നാട്ടിലായിരുന്നു. ഞാനത് ക്കാൻ വേണ്ടിയിട്ടെല്ലാം കൊടുത്തു. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കൊറിയർ അയച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും ഓക്കെ പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഫ്രണ്ടും പോയത്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഒറിജിനൽ ചോദിച്ചിട്ടുണ്ടായില്ല. സോ ചില സമയത്ത് ചോദിക്കും, ചില സമയത്ത് ചോദിക്കില്ല. അത് അവരുടെ മൂഡനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലക്കും ബാഡ് ലക്കും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഒറിജിനൽ എല്ലാം കയ്യിൽ കരുതുക. അതിനുശേഷം അവർ നമ്മളവിടെ ചെന്ന് കഴിയുമ്പം നമ്മളെടുത്ത് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്ററും എല്ലാം നമ്മൾ ഫസ്റ്റ് റിസപ്ഷനിൽ തന്നെ കാണിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു നമ്പർ തരും. ആ നമ്പറുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുക. പോയി കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളുടെ ഡീറ്റെയിൽസ് എഴുതിയ ഈ പേപ്പേഴ്സ് ഇല്ലേ,
ഇല്ലേ, അറബിക് പേപ്പർ, ആ അറബിക് പേപ്പർ കാണിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ഇത് ചോദിക്കും, ഡേറ്റ ഫ്ലോ ചോദിക്കും. പിന്നെ നമ്മുടെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ 3000 നിന്ന് എടുക്കാവുന്നതാണ്. സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം. സാലറി ഐഡന്റിഫിക്കേഷൻ ലെറ്റർ കരുതണം. കാരണം നമ്മുടെ എത്ര സാലറിയാണ് നമുക്ക് ബേസിക് ഉള്ളതെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് സാലറി സർട്ടിഫിക്കറ്റും സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റും നിങ്ങൾ കരുതുക. പിന്നെ അത് കഴിയുമ്പോൾ അവർ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ചോദിക്കും. സാലറി സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഡിഗ്രിയുടേത്, പിന്നെ നമ്മുടെ ഇക്കാമയുടെ കോപ്പി, പാസ്പോർട്ട് കോപ്പി, പിള്ളേരുടേതും ഹസ്ബൻഡതും എല്ലാവരുടേതും കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഷടാന്ന് പറയുന്നത് പോലെ ഒരു പേപ്പർ, അതായത് നമ്മൾ ഈ ബില്ലൊക്കെ വരത്തില്ലേ, ഒരു എന്താ പറയുക, 2-3 പേപ്പറൊക്കെ അയച്ചിട്ട് പ്രിന്റ് ആയിട്ട് വരില്ലേ, അതേ കൂട്ടൊരു പേപ്പർ തരും. അതിലൊരു യെല്ലോ കളർ പേപ്പർ നമുക്ക് തരും. ആ പേപ്പറാണ് നമ്മുടെ ഇവിടെ നിന്ന് ഫാമിലി വിസ അപ്രൂവ് ആയതിൻ്റെ പേപ്പർ. അത്രയാവുമ്പോൾ നമ്മുടെ ഫാമിലി വിസയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല. ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു വിത്തിൻ 10 മിനിറ്റ്സിനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി ആണെങ്കിൽ നമ്മൾ പാനിക്കൊന്നും അല്ല, നമ്മളെല്ലാം മേക്ക് ഷുവർ ആണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ കിട്ടും. ആ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു യെല്ലോ കളർ പേപ്പറാണ്, ഭയങ്കര തിൻ പേപ്പറാണ്. ആ പേപ്പർ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറൊന്നും മാഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഒരു കവറില്ലേ, കവർ എടുത്തോണ്ട് പോകുന്നത് നല്ലതായിരിക്കും. കവറിൻ്റെ അകത്ത് ഇട്ട് നല്ല ടേക്ക് കെയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഫോൾഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം ആ പേപ്പർ ഒരു വലിയ പേപ്പറാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബില്ലൊക്കെ വരുന്ന പോലത്തെ ഒരു വലിയ ആ ഒരു പേപ്പറില്ല, ആ പേപ്പറാട്ടോ. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടി വെച്ചിട്ട് സ്കാനറിലൊന്ന് സ്കാൻ ചെയ്ത് വെച്ചിട്ട് വെച്ചേക്കുക നമ്മുടെ കയ്യിൽ. അത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ആ സ്കാൻ ചെയ്ത കോപ്പി നാട്ടിലോട്ട് അയച്ചു കൊടുത്താൽ മതി. അത് വെച്ചിട്ട് നാട്ടിലുള്ളവർക്ക് പ്രോസസ്സിങ് ചെയ്യാവുന്നതാണ് ഫാമിലി വിസയുടെ കാര്യങ്ങൾ. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒറിജിനൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു യെല്ലോ കളർ പേപ്പറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ അത് സ്കാൻ ചെയ്ത് കാണുമ്പോഴത്തേക്കും അതിൽ വരുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആട്ടോ കാണുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ഒന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പോൾ ആരെങ്കിലും ആ ടൈമിൽ വെക്കേഷൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പേപ്പർ കൊടുത്തു വിടാവുന്നതാണ്. അല്ലെങ്കിൽ ചില ഇതിന് കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിയുമ്പം സാധാ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് കയറി വരുന്ന സമയത്ത് ചെയ്യുന്ന പ്രോസസ്സിങ് തന്നെയാണ് നാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഏജൻസി ആയിട്ട് കാണുക. അവർ നമുക്ക് ഇപ്പോൾ എനിക്ക് പിള്ളേരുള്ളത് കൊണ്ട് പോളിയോയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമായിരുന്നു. കാരണം അവർ 12 ഇയേഴ്സിന് താഴെ ആയതുകൊണ്ട്, ചെറിയ പിള്ളേരായതുകൊണ്ട്. പിന്നെ ഹസ്ബൻഡിന് മെഡിക്കൽ ചെയ്യാനുണ്ട്. മെഡിക്കലിൻ്റെത് നമ്മൾ അവർ തന്നെ ഏജൻസിക്കാർ തന്നെ ഏതെങ്കിലും ഒരു ലാബ് ആക്കി തരും. ആ ലാബിൽ പോയി വെച്ചിട്ട് നമ്മൾ മെഡിക്കൽ ചെയ്യുക. മെഡിക്കലിൻ്റെ റിസൾട്ടും പെട്ടെന്ന് തന്നെ വരും കേട്ടോ, വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ വരും. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ മെഡിക്കലിൻ്റെ, അതായത് VFSലേക്ക് പോകണമല്ലോ. ഈ മെഡിക്കലും പിള്ളേരുടെ പോളിയോടെ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സെയിം ലൈക്ക് വിസിറ്റിംഗ് വിസയിൽ ചെയ്യുന്ന പോലെ VFSൽ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മെഡിക്കലിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ മെഡിക്കൽ ചെയ്തതിൻ്റെ റിപ്പോർട്ട് മേടിച്ച് വെച്ചിട്ടേ പോകാവൂ. ഓക്കെ, മെഡിക്കൽ ചെയ്ത റിപ്പോർട്ടും ആ ബില്ല് ചെയ്തതിൻ്റെ ബില്ലില്ലേ, ആ ബില്ല് നമ്മൾ കൊണ്ടുപോകണം. കാരണം അവിടെ നമ്മളടുത്ത് ചോദിക്കും. പിന്നെ അത് കഴിയുമ്പം നമ്മൾ VFSലേക്ക് പോകുന്നു. VFSലേക്ക് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് നമ്മൾ പോവുക. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും പേപ്പേഴ്സ് എല്ലാം കരുതുക. നമ്മുടെ വിസയുടെ പേപ്പറും അതും, പിന്നെ നമ്മുടെ അവിടെ നിന്ന് തന്ന മെഡിക്കലിൻ്റെ പേപ്പറും മെഡിക്കലിൻ്റെ ബില്ലും ഹസ്ബൻഡ് പിന്നെ പിള്ളേരുടെ പോളിയോയുടേതും എല്ലാം കരുതുക. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമ്മളവിടെ നിന്ന് സെയിം ലൈക്ക് ബാക്കിയെല്ലാം വിസിറ്റിംഗ് വിസയുടെ സെയിം പ്രോസസ്സാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർക്കിംഗ് ഡേയ്സ്, എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 2 or 14 ഡേയ്സിനുള്ളിൽ നമ്മുടെ വിസ എല്ലാം റെഡി ആയിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ ഫാമിലി വിസയുടെ ഇതായിട്ട് നമുക്ക് കിട്ടും. റെസിഡൻറ്റ് വിസ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് കഴിഞ്ഞ് വെച്ചിട്ട് അത്രയും കഴിയുമ്പോഴത്തേക്കും സാധാ നമ്മൾ ബാക്കിയെല്ലാം സെയിം ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുക, കയറി പോവുക. ഇവിടെ വന്ന് കഴിയുമ്പോൾ വിത്തിൻ 3 മന്തിനുള്ളിൽ നമ്മൾ ഈ ഫാമിലി വിസ കിട്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പം വിത്തിൻ 3 മന്തിനുള്ളിൽ ഇവർക്ക് ഇക്കാമ കിട്ടും. അപ്പോൾ നമ്മൾ ഇക്കാമയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇക്കാമ കിട്ടാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പോയാലും മതി കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഏജൻസി ത്രൂ, ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സഹിതം നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻറ്റുമാരെ ഏൽപ്പിച്ചാലും മതി. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാമ പേയ്മെൻറ്റ് വരുന്നത് ഹസ്ബൻഡ് മാത്രമേ പേയ്മെൻറ്റ് വരുത്തുള്ളൂ. പിന്നെ നിങ്ങളത് ടേക്ക് കെയർ ചെയ്യണം. ഏതെങ്കിലും
ഇക്കാമയുടെ ഇത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ തരാനിടയുണ്ട്. ചിലപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ തന്നെ, അതായത് ഞങ്ങൾക്കൊരു ഇതുണ്ടായി, അതായത് രമിക്കായിരുന്നു 500 റിയാൽ പേയ്മെന്റ് ചെയ്ത് വെച്ചിട്ട് ഇക്കാമ എടുക്കുന്നത്. ഓക്കെ, മക്കളുടെ ഇക്കാമ ഫ്രീ ആണ്. നേഴ്സുമാരെ സംബന്ധിച്ച് വെച്ചിട്ട് ഹസ്ബൻഡിന് മാത്രം 500 റിയാൽ പേ ചെയ്താൽ മതി ഇക്കാമയ്ക്ക്, സെയിം ലൈക്ക് അസ്സ. പിന്നെ ബാക്കി മക്കളുടെ എല്ലാം ഇക്കാമ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, അതിന് പേയ്മെന്റ് ഇല്ല. കാരണം ഞങ്ങളുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ, കാരണം അപ്ഷർ ത്രൂ ആണല്ലോ ഇക്കാമയുടെയും റിക്വസ്റ്റ് ചെയ്യണം, നമ്മുടെ ഓൺ അപ്ഷർ ത്രൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മൂത്ത ആളുടെയും ഇക്കാമ എല്ലാം റെഡിയായി, രണ്ടാമത്തെ ആളുടെ ഇക്കാമ റെഡി ആകുന്നുണ്ടായിരുന്നില്ല. കുറേ ആപ്ലിക്കേഷൻ പിന്നെയും ഇട്ടു, പക്ഷേ ഇക്കാമ റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ പോയി വെച്ചിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ ആദ്യം പോയ സ്ഥലത്താണെങ്കിൽ അവര് ഞങ്ങളെടുത്ത് മോൾക്ക് വീണ്ടും 500 റിയാൽ പേ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറേ നേരം പറഞ്ഞു, ഞാൻ MOH സ്റ്റാഫാണ്, എനിക്കങ്ങനെ കുട്ടിയുടെ പേരിൽ പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കില്ല, 500 റിയാൽ പേ ചെയ്യണമെന്ന് പറഞ്ഞു. പേ നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ പ്രൂഫ് നമുക്ക് ഉണ്ട്, തെളിവ്. നമ്മുടെ ഒരാളുടെ ഇക്കാമ ഓൾറെഡി റിസീവ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ എന്തിനാണ് നമ്മൾ രണ്ടാമത്തെ ആൾക്ക് പേയ്മെന്റ് വരുന്നത്? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. സോ അവരെത്ര നിർബന്ധിച്ചില്ല അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം വേറെ നിങ്ങളുടെ അടുത്ത് തന്നെ വേറൊരു ഓഫീസ് ഉണ്ടെങ്കിൽ, കുറച്ചും കൂടി സിറ്റിയിലേക്കുള്ള ഈ ഇക്കാമയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കാണും. അപ്പം അവിടെ പോവുക. അവിടെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ വേറെ ഒരു പ്ലേസിലായിട്ട് പോയാൽ, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഞാൻ വേറെ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരുന്നു. വേറെ ഒന്നും ചെയ്യാനുണ്ടായില്ല. നമ്മൾ ഡയറക്റ്റോട് പോയി. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നോ, കാരണം ഞാൻ ഓൾറെഡി ഹസ്ബൻഡിനും മൂത്ത ആൾക്കും ഇക്കാമ എടുത്തപ്പം ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് ചെയ്താലേ ഇക്കാമ കിട്ടും, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് എടുത്തു വെക്കാം. എന്തെങ്കിലും മെഡിക്കൽ കേസ് ഉണ്ടാവുകയാണെങ്കിലുള്ള നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ എടുത്താൽ മതി. നിങ്ങളിപ്പം ഓടിച്ചാടിയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഇൻഷുറൻസ് വേണ്ടി വന്നില്ല. പിന്നെ അവർ MOH സ്റ്റാഫാണോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ടക്ക് ചെയ്ത് ഒറ്റ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഇക്കാമ റെഡിയാക്കിയിട്ട് രണ്ടാമത്തെ ആളുടെ ഇക്കാമ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് 3 പേരുടെയും ഇക്കാമ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതിൽ ഒരേ ഒരാൾക്ക് മാത്രമേ പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഹസ്ബൻഡിന് മാത്രമേ പേയ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മക്കളുടെ 2 പേരുടെ ഇക്കാമ ഫ്രീ ആയിരുന്നു. ഇതിൽ ഞാൻ ഇക്കാമ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇക്കാമയും റിന്യൂവലിലേക്ക് വരുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയാൻ, അതായത് ഇതിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, അതായത് ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായി ഫാമിലി വിസ എങ്ങനെ കിട്ടിയെന്നും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച്. അപ്പോൾ ഇനി നമ്മൾക്ക് ബെനിഫിറ്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസിറ്റിംഗ് വിസ എടുത്തു കഴിയുമ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, ഓരോ 3 മാസം കൂടുമ്പം നമ്മൾ എന്ത് ചെയ്യണം, വിസ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് അൽറാജി ത്രൂ നിങ്ങളുടെ ഏതാണോ ബാങ്ക് ത്രൂ നമ്മൾക്ക് 100 റിയാൽ ബോർഡർ നമ്പർ അടിച്ച് വെച്ചിട്ട് 100 റിയാൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുക്കണം. ചിലപ്പോൾ 40 ആയിരുന്നാലും 30 ആയിരുന്നാലും 50 റിയാൽ ഇൻഷുറൻസ് ആണെങ്കിൽ സഹിതം 150 വീതം ഇവർക്ക് ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട, ഡേറ്റ് നോക്കിയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ബിഫോർ 7 ഡേയ്സിന് മുമ്പ് നമ്മൾ വിസ റിന്യൂ ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ പ്രാവശ്യം നമുക്ക് എക്സിറ്റ് റീ എൻട്രി കാണിക്കുന്ന ഏതെങ്കിലും കൺട്രി പോകുന്നതിനെ കുറിച്ച് ടെൻഷൻ വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു പൈസയുടെ കാര്യങ്ങളിലൊക്കെ നല്ല ലാഭം വരും. പിന്നെ അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, കൂടുതൽ നിൽക്കുന്നില്ല, അവർ ഫാമിലി നിൽക്കുന്നില്ലെങ്കിൽ അവർക്ക് എക്സിറ്റ് പോകാവുന്നതാണ്. ഫൈനൽ എക്സിറ്റ് അടിച്ച് വെച്ചിട്ട് പോകുന്നു, അതിലും വേറെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൽ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിനിസ്ട്രി സ്റ്റാഫിനെ അപേക്ഷിച്ച് ഇത് നോക്കുമ്പോൾ നമ്മുടെ നേഴ്സിങ്ങിനെ സംബന്ധിച്ച് വെച്ചിട്ട്, ഇപ്പം നിങ്ങൾ ഫാമിലിയായിട്ട് വരുമ്പോൾ പുറത്താണ് താമസിക്കുന്നത് അല്ലേ, പുറത്തോട്ട് താമസം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫീസ് സെപ്പറേറ്റ് കിട്ടും. അതായത് MOH സ്റ്റാഫ് ഉണ്ട്, HOP സ്റ്റാഫ് ഉണ്ട്. ഈ MOH സ്റ്റാഫ് HOP സ്റ്റാഫ് എന്നാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞതായിരുന്നു. അത് ഞാൻ പിന്നെ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ചില ബുദ്ധിമുട്ടുകൾ കാരണം, തിരക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതായത് ഈ MOH ആയിരുന്നാലും HOP ആയിരുന്നാലും മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന കേട്ടോ. അതെന്താണെന്ന് ഞാൻ കറക്റ്റ് പറയാം. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് MOH സ്റ്റാഫാണെന്ന് അറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ചിലർ MOH അണ്ടറിലേക്ക് പോകും, ചിലർ HOP അണ്ടറിലേക്ക് പോകും. അപ്പം ഇതിലും ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ HOP-കാർക്ക് എങ്ങനെയാണെന്നും MOH-കാർക്കുള്ള ബെനിഫിറ്റ് എന്നാണെന്നും ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നില്ല. ഇതിലെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ
റീസെൻ്റ്ലി ആണ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൂടാണ്ട് നമുക്ക് റെസിഡൻറ്റ് അലവൻസും നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പുറത്ത് താമസിക്കുന്ന വീട്ടിലാണല്ലോ താമസിക്കുന്നത്, അതിൻ്റെ അലവൻസും നമുക്ക് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മുടെ നേഴ്സുമാരെ സംബന്ധിച്ചിട്ട് ഇപ്പം മിനിസ്ട്രിയിൽ നിന്ന് അത് ഒരു കമ്പനിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് അവർ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലസ്റ്റർ എന്ന രീതിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ നടന്നു വരുന്നത് കൊണ്ട് ചില ഹോസ്പിറ്റലിൽ ചില അപ്ഡേഷൻസ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അല്ലാണ്ട് എല്ലാ ഹോസ്പിറ്റലിലും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റായിട്ട് അപ്പം ട്രാൻസ്പോർട്ടേഷൻ അലവൻസും ഹൗസിംഗ് അലവൻസും കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിനെ കൂടെ നിർത്താൻ പറ്റുന്നത് ഈസി അല്ലേ? അത് ഭയങ്കര ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളുകളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ ഫാമിലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ റിന്യൂ ചെയ്ത് നിർത്തുവാണെങ്കിൽ പോലും സ്കൂളുകളിൽ മക്കൾസിന് ഇക്കാമ ഇല്ലാണ്ട് അവർ സ്കൂൾ അഡ്മിഷൻ എടുക്കത്തില്ല. അപ്പോൾ ഫാമിലി വിസയുടെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ച് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇക്കാമ ഓൾറെഡി ഉള്ളത് കൊണ്ട് അവർക്ക് എന്തായിരുന്നാലും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. നമ്മുടെ ഹൗസിംഗ് അലവൻസ് കിട്ടുന്നു, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കിട്ടുന്നു. അതെല്ലാം ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്കൊരു ബെനിഫിറ്റ് തോന്നിയത്, കാരണം ഇതിനു മുമ്പ് ഞാൻ ഇവരെ നിർത്തിയത് വിസിറ്റിംഗ് വിസയിലായിരുന്നപ്പം 3 month കൂടുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷനാണ്, ഇത് വേഗം തീർക്കണമല്ലോ എന്നാലോചിച്ച്. ചില സമയത്തിൽ നെറ്റ്വർക്ക് എറർ വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ ഇത് വരുമ്പോഴത്തേക്കും പുറത്ത് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പോകുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. പിന്നെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്കും നമ്മുടെ അപ്ഷർ തന്നെ നമുക്ക് എക്സിറ്റ് റീ എൻട്രി വിസ എത്ര നാളത്തേക്കാണ് വേണ്ടത് അത്രയും നാളത്തേക്കുള്ളത് എടുത്തു വെക്കാം. അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഈ ഫാമിലി വിസയുടെ ബെനിഫിറ്റിനെ കുറിച്ചും ഫാമിലി വിസ എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. എനിക്ക് എന്തെങ്കിലും സ്ക്രീൻഷോട്ട്, അതായത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ പേപ്പറിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്തെങ്കിലും വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. ഇൻ കേസ് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതെനിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് സൗദി അറേബ്യയിൽ നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ കാര്യങ്ങളിലുണ്ടെങ്കിൽ ഞാൻ വില്ലിംഗ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ബൈ.